ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് കർത്താവായ യേശു യാത്ര ചെയ്യുമ്പോൾ ശമയോൻ പത്രോസും അദ്ദേഹത്തിന്റെ സഹോദരൻ അന്ത്രയോസും കടലില് തന്റെ കുടുംബം പോറ്റാൻ വേണ്ടി മത്സ്യം പിടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അവരോട് പറഞ്ഞ് എന്നെ അനുഗമിക്കാൻ. കർത്താവിന്റെ വാക്കുകളുടെ ക്രാന്തശക്തിയാൽ ഈ ശമയോൻ പത്രോസും അന്ത്രയോസും ഒന്നും നോക്കിയില്ല, വള്ളവും ഉപേക്ഷിച്ച് കർത്താവിന്റെ പിന്നാലെ പോയി, കർത്താവിനെ അനുഗമിച്ചു. അല്പം കൂടെ ദൂരേക്ക് യാത്ര ചെയ്തപ്പോൾ സബദി പുത്രന്മാർ, സബദി എന്ന പിതാവിന്റെ 2 പുത്രന്മാര് യാക്കോബും യോഹന്നാനും വള്ളത്തിലിരുന്ന് വലയുടെ കേടുപോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു അവരോടും പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവരും ഈ പറഞ്ഞ പോലെ തന്റെ പിതാവിനെ വള്ളത്തില് തന്റെ സഹപ്രവർത്തകരോടൊപ്പം ഇട്ടച്ച് അവരും കർത്താവിനെ അനുഗമിച്ചു. അങ്ങനെ 12 ശിഷ്യന്മാരെ കർത്താവ് അവരുടെ കുടുംബത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് മനുഷ്യക്കടത്ത് നടത്തിയ ആൾ ആദ്യം കർത്താവാണ്. അപ്പോൾ ഈ കേസെടുക്കാനായി തുനിയുമ്പോൾ കർത്താവിനെതിരായിട്ടാണ് കേസെടുക്കേണ്ടത്. ഇനി കർത്താവ് മനുഷ്യനെ മുഴുവനും സ്നേഹിക്കുന്നു. ഈ ഭൂമിയിൽ പിറന്ന സവർണര് മാത്രമല്ല, ഏറ്റവും വലിയ അധികൃതരെന്ന മനുഷ്യൻ ഏറ്റവും മോശക്കാരായി കണക്കാക്കുന്ന, ദൈവം അങ്ങനെ കണക്കാക്കാത്ത ചണ്ടാളരെന്നും പാമരനെന്നും കോരനെന്നും ചീരുവെന്നും ചിരുതയെന്നും വിളിക്കുന്ന ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ ഉള്ളിലുള്ള ആത്മാവിനെ ദൈവം സമതുല്യമായി ബലമതിക്കുന്നു. എല്ലാ മനുഷ്യരെയും തന്നോട് ചേർക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു കാലിത്തൊഴുത്തിൽ ദരിദ്രനായി പിറന്നത്. അവൻ ദരിദ്രനായി പിറക്കുക വഴിയാണ് ഇസ്രായേൽക്കാർക്ക് ഈ രക്ഷകനായ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ വന്നത്. കാരണം ഇവൻ ദരിദ്രനായിട്ട് പിറന്നു. ഇസ്രായേൽക്കാര് രക്ഷകനെ കാത്തിരിക്കുകയാണ് ഇന്നും. എവിടെ? രാജകൊട്ടാരങ്ങളിൽ അവരെ പോലെ മാന്യമായ അന്തസ്സോടുകൂടി അവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു രക്ഷകനെ പ്രതീക്ഷിച്ച് ഇസ്രായേൽ ജനം ഇന്നും രക്ഷകന്റെ വരവിന്